ധാരാളം താടി ഉണ്ടായിരുന്നു. ഒരുപാട് രോമങ്ങളുള്ള വലിയ നല്ല താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു നമുക്ക് വേണ്ട മനുഷ്യന്മാരെ താടി എന്ന് പറയുന്ന ചര്യ എന്നുള്ളത് അത് എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന കാര്യമാണ് താടി എന്നുള്ളത്. എല്ലാ സ്വഹാബിമാർക്കും ഉണ്ടായിരുന്ന കാര്യമായിരുന്നു താടി. നമ്മൾ എവിടെ തൊട്ടിരുന്നാലും കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് താടി. ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് എന്ത് താടി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉറങ്ങിയാലും കൂടി, ഇരുന്നാലും കൂടി, നടന്നാലും കൂടി, എവിടെ പോകുമ്പോഴും നമ്മൾ ഈ സുന്നത്തുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെല്ലാം നമുക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്നേഹിക്കണം മനുഷ്യന്മാരെ. റസൂലുള്ളാഹിന്റെ ചര്യയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം മനുഷ്യന്മാരെ. ആളുകളെ നമ്മൾ നോക്കണ്ട, നമ്മൾ അള്ളാനെയും അള്ളാന്റെ റസൂലുള്ളാഹിന്റെ ചര്യനെയും നമ്മൾ നോക്കിയാൽ മതി. അള്ളാന്റെ പൊരുത്തം കിട്ടുന്ന വഴി നമ്മൾ അന്വേഷിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നാളെ കാണാനുള്ളതല്ലേ? നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളതല്ലേ? ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂലേ? അപ്പൊ നബിനെ നോക്കുമ്പോ തന്നെ പ്രവാചകന്റെ ചര്യക്ക് എതിരായി വടിച്ച മുഖം, വെട്ടിക്കളഞ്ഞ മുഖം കാണുന്നത് നമുക്ക് വിഷമാവുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ചര്യയെ, അത് ഗൗരവതരമായ ചര്യയെ എത്രയോ കഠിനമായ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു? എന്തുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ എന്താണ് കാരണം? സമൂഹം കളിയാക്കുമോ? സമൂഹം പരിഹസിക്കുമോ? സമൂഹം ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെ. സമൂഹം ഒറ്റപ്പെടുത്തിക്കോട്ടെ മനുഷ്യന്മാരെ, സമൂഹം കളിയാക്കിക്കോട്ടെ മനുഷ്യന്മാരെ. സമൂഹം നമ്മുടെ കൂടെ നാളെ ഖബറിൽ വന്ന് കിടക്കോ? നാളെ നമുക്ക് വേറെ നരകത്തിൽ ഈ പറഞ്ഞ ആളുകൾ, സിനിമാ നടന്മാരും നടിമാരും അതുപോലുള്ള ആളുകളും ഇസ്ലാമിന്റെ ചര്യകളെ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ കുറ്റങ്ങൾ അവർ ഏറ്റെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ, സ്വഹാബിമാരെ കാണുമ്പോൾ നമ്മുടെ രീതി എന്താണ് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.